മലയാള സിനിമയുടെ സൂപ്പർ താരം ശ്രീ മമ്മൂട്ടി പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്തു അല്ലേ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചില ആശയങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹം തന്നെ പറയുമ്പോൾ നമുക്കത് വലിയ സന്തോഷം നൽകുന്നുണ്ട്. ആദ്യം അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലേ. ഒരേ മനസ്സിലൊരു ചെകുത്താനും ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ ഒരു നന്മയും ഒരു തിന്മയും. നമ്മുടെ ജീവിതം മര്യാദക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ നമ്മുടെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നല്ല മനുഷ്യരായിട്ട് പോകുന്നത്. ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. എല്ലാ മനുഷ്യരും തിന്മയാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ലോകം എന്നേ തീർന്നിട്ടുണ്ടോ, കൊലച്ചിട്ടുണ്ടോ? അപ്പൊ എല്ലാ മനുഷ്യന്റെ മനസ്സിലുണ്ട്. അത് എത്ര കാലം അടക്കി വെച്ചാലും അത് ഒരു ദിവസം പുറത്തേക്ക് വരും. പക്ഷേ അത് വളരെ മൈൽഡായിട്ടുള്ളവരുണ്ടാവും, ലൈറ്റായി ഒരു ചീത്ത പറയുന്നതുകൊണ്ട് ഒരു ദേഷ്യപ്പെടില്ലോ, ഇവിടെ പോടാ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അതിലൊക്കെ ചിലപ്പോൾ അതങ്ങ് പോകും. അത് മെൽറ്റായി പോകും. അല്ലാതെ ഭയങ്കരമായിട്ട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. നമ്മൾ തിന്മയെ ജയിക്കാൻ പറ്റാത്ത നന്മയുള്ള മനുഷ്യരോടും നന്മയെ ഭരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ട് പലരും നമ്മൾ കാണുന്ന മനുഷ്യരെല്ലാം ഒരുപോലെയല്ല. നമ്മൾ കാണുന്ന പോലെ അല്ല ആരും. വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാത്ത, ഒരു വഴിപാട് കഴിക്കാത്ത, എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മലയാളികളില്ല എന്നും അതെനിക്ക് പരിപൂർണ്ണ ബോധ്യമാണ്. എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ തലക്കനമുള്ളവനാണ്, അഹങ്കാരിയാണ്, ഗർവുള്ളവനാണ്, ക്ഷിപ്രകോപിയാണെന്നൊക്കെ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ച്. എന്തൊക്കെ പറഞ്ഞാലും മമ്മൂക്കയില്ലാത്ത ഒരു മലയാള സിനിമ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതിപ്പോൾ സിനിമ കാണുന്നവരും സിനിമ കാണാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും മലയാളത്തിൻ്റെ സൂപ്പർ താരം, മെഗാ താരം മമ്മൂട്ടിയെ അറിയാം. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരുണ്ടാവില്ല എന്ന് പറയുന്നതും ഒരു പരിധിവരെ സത്യം തന്നെയാണ്. കഴിഞ്ഞ 10-40 വർഷമായിട്ട് മനസ്സിൽ നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറെ പോലെ കാണുന്ന ഒരു വലിയ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു കലാകാരൻ എന്നുള്ള എനിക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിൽ മൂത്ത ഒരു ഇക്കാക്ക എന്നുള്ള പരിഗണന കൊടുത്തിട്ട് തന്നെയായിരുന്നു. അതിനിപ്പോൾ സിനിമാ ലോകം ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടമുള്ളവരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും കേൾക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ.